ഇന്ന് ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന ചാപ്റ്ററിലെ സ്ലോപ്പ് എന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ സ്ലോപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിവ് എന്നാണ്. അതായത് രണ്ട് പോയിന്റുകൾ തന്നിട്ട് ഒരു ലൈനിലെ രണ്ട് പോയിന്റുകളുടെ കോർഡിനേറ്റ് തന്നിട്ട് സൂചക സംഖ്യ തന്നിട്ട് അതിൻ്റെ ചെരിവ് കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം. അപ്പോൾ സ്ലോപ്പ് കാണാൻ രണ്ട് പോയിന്റ് 1 -3 -5 എന്നുള്ള രണ്ട് പോയിന്റ് തന്നു. എന്നിട്ട് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിരിക്കും, അഥവാ ചെരിവ് കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം. അപ്പോൾ ചെരിവ് കണ്ടുപിടിക്കാൻ നമ്മൾ വൈ കോർഡിനേറ്റിൻ്റെ മാറ്റത്തെ എക്സ് കോർഡിനേറ്റിൻ്റെ മാറ്റം കൊണ്ട് ഹരിച്ചാൽ മതി കേട്ടോ. അതായത് ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്, ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. അത് വൈ സൂചക സംഖ്യയുടെ മാറ്റം ബൈ എന്താണ് എക്സ് സൂചക സംഖ്യയുടെ മാറ്റം. അത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. y2, അതായത് ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് y2 - y1 അല്ലേ, y2 - y1 ബൈ x2 - x1. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ് y2 - y1 ബൈ x2 - x1. പിന്നെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം y2 പറഞ്ഞാൽ -5 അല്ലേ, -5. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -5 മൈനസ് y1 എത്ര, -3 അല്ലേ, -3. അതായത് -5 പിന്നെതാ ഈ മൈനസ്, പിന്നെതാ ഈ -3. അപ്പോൾ -5 -3 വരും ബൈ x2 - x1 3 -1. -5 രണ്ട് മൈനസ് അടുപ്പിച്ച് വന്നാൽ അത് പ്ലസ് ആയിട്ട് വരില്ലേ, -5. അതുപോലെ ഇതാ രണ്ട് മൈനസ്, അത് പ്ലസ് ആയി 3 -1 2 -5 + 3 എന്ന് പറഞ്ഞാൽ -2 അല്ലേ, -2. അതായത് 5-ന്ന് 3 കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണോ, സൈൻ ഏതാണോ അത് ആൻസറിലേക്ക് കൊടുത്തു. -2/2 ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മൈനസ് ചിഹ്നം ഉണ്ടെങ്കിൽ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആൻസറിലും എന്ത് വരും, നെഗറ്റീവ് വരും. അപ്പോൾ -1. അതായത് ഇതിൻ്റെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, -1. നമുക്ക് പേജ് നമ്പർ 248 ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പേജ് നമ്പർ 248. പേജ് 248 ചോദ്യങ്ങളാണ്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, അതായത് കുറച്ച് താഴെ പറയുന്ന ബിന്ദുക്കളുടെ യോജിപ്പിക്കുന്ന വരയുടെ ചെരിവ് കണക്കാക്കുക എന്നാണ് അല്ലേ. അതായത് സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ്. കുറച്ച് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, പോയിന്റുകളുടെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, രണ്ടെണ്ണം വെച്ച്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്നതാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ 2 3 4 5 2 3 4 5. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ y2 - y1 എന്താണ്, x2 ബൈ x2 - x1. അതായത് y2 സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 - y1 ബൈ x2 - x1. y2 5 -3 x1 4 -2 5 -3 2 2 4 -2 2 2/2 എന്ന് പറഞ്ഞാൽ എന്താ, 2 2
ഒരു പ്രാവശ്യം. അപ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 1 കിട്ടും. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ട് 3 4 1 4. അതേപോലെ നേരത്തെ പോലെ തന്നെ അതിനെ ഇക്വേഷനിലേക്ക് കൊടുക്കുക. y2 മൈനസ് y1 y2 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു സ്ലോപ്പ് ഈസ് ഈക്വൽ ടു അല്ലേ. അപ്പോൾ y1 1 തന്നെ 1 മൈനസ് y2 3 1 മൈനസ് 3 പിന്നെ x2 മൈനസ് x1 x2 4 മൈനസ് 2 1 മൈനസ് 3 പറഞ്ഞാൽ -2 4 മൈനസ് 2 2. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മൈനസ് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ ആൻസറിലും എന്ത് വരണം 2ൽ 2 ഒരു പ്രാവശ്യം. അപ്പോൾ -1. ഇതിൻ്റെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -1. ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഒന്ന് 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 -1 -1 -1 -1. ഇതാണ് രണ്ട് കോർഡിനേറ്റ്. എൻ്റെ രണ്ട് പോയിന്റുകളുടെ കോർഡിനേറ്റ്. നമ്മളോട് സ്ലോപ്പ് കാണണം. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 അപ്പോൾ y2 -1 അല്ലേ. -1 -1 ബൈ x2 -1 -x1 1. അതായത് രണ്ട് സംഖ്യകളുടെ അപ്പുറം -1 അത് കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മൈനസിന് ഇട്ട് കൊടുക്കും അല്ലേ. -2 ബൈ -2. അതായത് രണ്ട് ഭാഗത്തും മൈനസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൻസറിന് എന്തില്ല, മൈനസ് ക്യാൻസൽ ആകുമ്പോൾ 1. ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നെഗറ്റീവ് സൈൻ വന്നാൽ ആൻസറിന് നെഗറ്റീവ് സൈൻ ഇല്ല. അപ്പോൾ 1 എന്നുള്ള ആൻസർ. അടുത്തതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. പൂജ്യം ഒന്ന് y2 സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 0 -1 ബൈ x2 1 -0 0 -1 -1 ബൈ 1 -0 1. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് മൈനസിൻ്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് എന്തുണ്ട്, ആൻസറിലും എന്തുണ്ട്, -1. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. രണ്ട് 5 എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്ന ഒരു വരയുടെ ചെരിവ് -2/3 ആണ്. ഈ വരയിലെ മറ്റ് രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. അതാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 2 5, അതിൻ്റെ സ്ലോപ്പാണ് തന്നിട്ടുള്ളത്. ഇതുവരെ 2 പോയിന്റ് തന്നിട്ട് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഒരു പോയിന്റ് തന്നിട്ട് അതിൻ്റെ സ്ലോപ്പ് തന്നിട്ട് അടുത്ത പോയിന്റുകൾ കണ്ടുപിടിക്കുക, പോയിന്റിൽ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക എന്നതാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതിനെ ഒന്ന് നമ്മൾ ക്രോസ് ചെയ്താൽ, അതായത് y2 മൈനസ് y1 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും, അതായത് ഈ x2 മൈനസ് x1നെ ചേഞ്ച് ഇൻ
എക്സ് കോർഡിനേറ്റിനെ സ്ലോപ്പ് കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ x2 മൈനസ് x1 y2 മൈനസ് y1 ഇസ് ഇക്വൽ ടു y2 മൈനസ് y1 എന്ത് കിട്ടും? സ്ലോപ്പ് ഇൻറ്റു x2 മൈനസ് x1 അല്ലേ. സ്ലോപ്പ് ഇൻറ്റു x2 മൈനസ് x1 കിട്ടും. ഇവിടെ സ്ലോപ്പ് -2/3 അല്ലേ. അപ്പോൾ y2 മൈനസ് y1 അതായത് ചേഞ്ച് ഇൻ y കോർഡിനേറ്റാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. y കോർഡിനേറ്റിൻ്റെ മാറ്റം എന്താണ്? y2 മൈനസ് y1 സ്ലോപ്പ് -2/3 ഇൻറ്റു x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? അതായത് ഇവിടെ സ്ലോപ്പാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? 3 എന്നുള്ളത്. അതായത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -2/3. അതിൽ നിന്ന് x2 മൈനസ് x1 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഇവിടെ 3 കൊടുക്കാം. ഈ 3യും 3യും എന്താണ് ഇവിടെ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്ത് കിട്ടും? അതായത് y2 മൈനസ് y1 വൈയുടെ y കോർഡിനേറ്റിൻ്റെ മാറ്റം എന്ന് പറയുന്നത് എന്ത് കിട്ടും? -2. നമുക്കിതിൻ്റെ എക്സ് കോർഡിനേറ്റ് കാണാൻ, അതായത് എക്സ് കോർഡിനേറ്റ് ഇവിടെ 2, അതിൻ്റെ മാറ്റം നമുക്കറിയാം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ, ഒരു കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചേഞ്ച് അറിയാമെങ്കിൽ അത് കൂട്ടി നമുക്ക് അടുത്ത പോയിന്റുകൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ച് ഇത് കണ്ടുപിടിക്കാം. ഇവിടെ എക്സ് കോർഡിനേറ്റ് 2 ആണ്. അപ്പോൾ നമ്മൾ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ അടുത്ത ഒരു പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് കാണാൻ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 2 + 3 അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5. ഇതിൻ്റെ y കോർഡിനേറ്റ് കാണാൻ വേണ്ടിയിട്ട് y 5 അല്ലേ, 5. ഇതിൻ്റെ y കോർഡിനേറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? -2 ആണ്. അപ്പോൾ 5 - 2 സമയം എന്ത് കിട്ടും? 3. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി 5, 3. വേറൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് 5, 3. അപ്പോൾ 2, 5, 5, 3. ഇനി രണ്ട് പോയിന്റാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്താൽ മതി? അതായത് ഇവ തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് എന്താ? 5 - 2 അല്ലേ. എക്സിൻ്റെ മാറ്റം എന്ന് പറയുന്നത് 5 - 2 3 ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടാൻ 5ലൂടെ ഈ 3 ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. 5 + 3 8. പിന്നെ 3 ഇതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 3 - 2 അല്ലേ. 3 - 2 പറയുമ്പോൾ എന്താ വരിക? 3 - 2 അല്ലേ. 3 - 2 പറയുമ്പോൾ 1 വരും. അപ്പോൾ 8, 1 എന്നുള്ള ഒരു പോയിന്റ് കിട്ടും. അപ്പോൾ 5, 3, 8, 1. അപ്പോൾ നമ്മൾ വേറെ 2 പോയിന്റുകളിൽ കോർഡിനേറ്റ് കണ്ടുപിടിച്ചത് എന്താണ്? 5, 3, 8, 1. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു അഭിപ്രായമൊക്കെ പറയാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശം നിങ്ങൾ നൽകാനുണ്ടെങ്കിൽ അതൊക്കെ തരാം. അപ്പോൾ നമുക്ക് അതൊക്കെ എന്താക്കിയിട്ട് വരാൻ പറ്റുന്നതാണ് കേട്ടോ. അതായത് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ പറയാം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. പിന്നെന്താ, ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യനായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും അപ്പോൾ താങ്ക് യു.